നമസ്കാരം. പതിരും കതിരും. വിഭാണ്ടകനായാലും പെരുന്തച്ഛനായാലും ഓല വായിച്ചുള്ള അറിവുകൾ കൊണ്ട് അഹങ്കാരികളായി തീർന്നവരാണ്. രണ്ടുപേർക്കും ആൺമക്കളെ വളർത്താൻ അറിയാതെ പോയി. മക്കൾ തന്നോളമെത്തിയാൽ താനെന്ന് വിളിക്കണമെന്ന ചൊല്ല് അവർ മറന്നുപോയി. അപ്പൻ്റെ കവിളത്ത് തല്ലിയില്ലെങ്കിലും അപ്പൻ്റെ പ്രതിമയെ തല്ലാൻ മറ്റൊരു പ്രതിമയുണ്ടാക്കിയ ആളാണ് പെരുന്തച്ഛൻ്റെ പുത്രൻ. എല്ലാ മുന്നറിയിപ്പും നൽകിയിട്ടും ഒരു വേഷത്തരണിയുടെ മേനിയിൽ മയങ്ങിയ ഋഷ്യശൃംഗൻ കാടുവിട്ടു. ചുരുക്കി പറഞ്ഞാൽ അപ്പന് പാലം വലിക്കുകയും അപ്പൻ്റെ തോളിൽ കയറി ചെവി തിന്നുകയും ചെയ്യുന്ന മക്കളുടെ കാലമാണ് അന്നും ഇന്നും. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പെരുന്തച്ഛൻ്റെ മകൻ CPM-ലും ഋഷ്യശൃംഗൻ BJP-യിലും ചേർന്നേനെ. അപ്പൻ്റെ ഇച്ഛകളെ ചവിട്ടിമെതിച്ച പുരാണപുത്രന്മാരെ ഇപ്പോൾ ഓർക്കാൻ കാരണമുണ്ട്. ഒരു മകൻ അപ്പനെപ്പറ്റി പറഞ്ഞ അഭിപ്രായം കേട്ടപ്പോഴാണ് ഇവരെ ഓർത്തത്. എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാർക്ക് എവിടെയോ ഒരഹങ്കാരമുണ്ട്. 10 പുസ്തകം വായിച്ചത് കൊണ്ടൊന്നും ഒരാൾ മഹാനാകില്ല. എമ്പതി സിമ്പതി തുടങ്ങിയ ഗുണങ്ങൾ വേണം എന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൻ്റെ ഒരു സെഷനിൽ പങ്കെടുത്തുകൊണ്ടാണ് ധ്യാൻ ഈ കീച്ചൻ ഡയലോഗ് കാച്ചിയത്. അതിന് ധ്യാനിനെ പ്രേരിപ്പിച്ചത് ഇതേ പരിപാടിയിൽ മുമ്പ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് നടത്തിയ കന്നം തിരിഞ്ഞ ഒരു പ്രതികരണത്തെ മുൻനിർത്തിയാണ്. ചുള്ളിക്കാടിൻ്റെ പേര് ധ്യാൻ പറയുന്നില്ല. ഒരിക്കൽ ഇതേ വേദിയിൽ ഒരു എഴുത്തുകാരൻ ഒരു ചോദ്യകർത്താവിനോട് പെരുമാറിയത് നമ്മൾ കണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ധ്യാൻ ഇക്കാര്യം പറഞ്ഞത്. ഇത്രയും വായനയും അറിവുമുള്ള ഒരാൾക്ക് അത്തരമൊരു ചോദ്യത്തോട് സൗമ്യമായി പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തറിവ്, എന്തു വായന എന്നാണ് ധ്യാൻ ചോദിക്കുന്നത്. എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ഇത്തരം എഴുത്തുകാർക്ക് എവിടെയോ ഒരു അഹങ്കാരമുണ്ട്. ബുദ്ധിജീവികളുടെ അണ്ണാക്കിലിട്ട് അമിട്ട് പൊട്ടിച്ച ധ്യാൻ ശ്രീനിവാസനെ പുതിയ തലമുറ അങ്ങ് ഏറ്റെടുത്തു. ചുള്ളിക്കാട്ടിൽ കയറി അടിക്കാട് വെട്ടാൻ ധൈര്യം കാണിച്ച ധ്യാൻ പിള്ളേരുടെ ഹീറോയായി മാറി. സീരിയൽ അഭിനയമൊക്കെ നിർത്തി അങ്ങ് കവിതയിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞ ഒരു മുതിർന്ന മനുഷ്യനോടാണ് ചുള്ളിക്കാട് അന്ന് പറഞ്ഞത് എനിക്ക് സൗകര്യമില്ല എന്ന്. പാവൻ ചുള്ളിക്കാട് ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ച് കിട്ടുന്ന പണം എടുത്താണ് സാഹിത്യ അക്കാദമിയുടെ പരിപാടികൾക്ക് പോകുന്നതിൻ്റെ കേട് തീർക്കുന്നത്. ധ്യാനാണെങ്കിൽ അപ്പനെ കൂടുതൽ അടുത്തറിയുന്ന ആളായതിനാൽ അപ്പനിൽ എമ്പതി ഉണ്ടോ സിമ്പതി ഉണ്ടോ അഹങ്കാരിയാണോ എന്നൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അറിയാം. അതുകൊണ്ട് സ്വന്തം അപ്പനെപ്പറ്റി അങ്ങനെ പറയരുതെന്ന് പറയാൻ കേൾവിക്കാർക്ക് അവകാശമില്ല താനും. എന്നാൽ ശ്രീനിവാസനെ സപ്പോർട്ട് ചെയ്ത് ഓഡിയൻസിൽ നിന്ന് ഒരു മുതിർന്ന മനുഷ്യൻ സംസാരിച്ചപ്പോൾ അയാളെയും ഒന്ന് ആക്കി ചെറുതാക്കാൻ ധ്യാൻ ശ്രമിച്ചു. അതിനും കിട്ടി വലിയ കയ്യടി. ചുരുക്കത്തിൽ അഹങ്കാരത്തിന് കുറവെവിടെയുമില്ല. വേദിയിലിരിക്കുന്ന ധ്യാൻ ഉൾപ്പെടെയുള്ള ബുദ്ധിജീവികളോട് ചോദ്യം ചോദിച്ച് സ്വയം നാറാനായി ഇറങ്ങിത്തിരിക്കുന്ന ചില അമ്മാവന്മാരുണ്ട്. ധ്യാൻ ഒരു വസന്തത്തെ എടുത്തങ്ങുടുത്തു എന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഒരാളിട്ട കമൻറ്റ്. ധ്യാൻ പറഞ്ഞതിലും ചില സത്യങ്ങളുണ്ട്. ഒരാൾ എഴുത്തുകാരനായതുകൊണ്ട് വായനക്കാരനായതുകൊണ്ടോ നല്ല മനുഷ്യനാകുന്നില്ല. ഞാൻ അങ്ങയുടെ കവിതകളെല്ലാം വായിച്ചിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞ് ചുള്ളിക്കാടിൻ്റെ അരികിൽ ചെന്ന് തൊഴുതു നിന്നവരെല്ലാം ആട്ടുമേടിച്ച് വയറു നിറഞ്ഞ് വീട്ടിൽ പോയവരാണ്. മറിച്ച് നിങ്ങൾ പുത്തൻ പണക്കാരനായ ഒരു മുതലാളിയെ ചെന്ന് ഒന്ന് തൊഴുതു നോക്കൂ. സപ്താഹത്തിന് ഫ്ലെക്സ് അടിക്കാനോ അന്നദാനത്തിനോ 1000 രൂപയെങ്കിലും ആ നല്ല മനുഷ്യൻ തരാതിരിക്കില്ല. MDO സച്ചിദാനന്ദനോ കാൽ കാശ് തരില്ല. വികാരവായ്പോടെ കവിത എഴുതുന്ന ONV കുറുപ്പിനേക്കാൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന പാപ്പച്ചൻ മുതലാളിയാണ് മനുഷ്യൻ ഉപകാരപ്പെടുക എന്ന് MP നാരായണപിള്ള എന്ന എഴുത്തുകാരൻ ഒരിക്കൽ കലാകൗമുദിൽ എഴുതിയത് ഓർത്തു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്സിസ്റ്റ് ലൈനാണ് ശരി. നമുക്ക് വേണ്ടത് മുതലാളിമാരെയാണ്, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച എഴുത്തുകാരെയല്ല. പണി അപ്പനിട്ടായാലും പറഞ്ഞത് പരമാർത്ഥമാണെങ്കിൽ കൈയടിക്കണം. നന്ദി.